നിങ്ങൾക്ക് നേരത്തെ എഴുന്നേൽക്കണമെന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. ക്ഷീണം, മടി. ജീവിതത്തിൽ എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്, പക്ഷേ കൃത്യമായി എന്തു ചെയ്യണമെന്ന് അറിയുന്നുമില്ല. ഇങ്ങനെയുള്ള ഒരാൾ എങ്ങനെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കും? എങ്ങനെ ജീവിതത്തിൽ വിജയിക്കും? ഇന്നു ഞാൻ പറയാൻ പോകുന്നത് ബ്രഹ്മമുഹൂർത്തത്തെക്കുറിച്ചാണ്. ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാനും നിങ്ങളുടെ സ്വപ്നങ്ങൾ നിറവേറ്റാനും ഈ അമൂല്യമായ സമയം എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കുകയെന്ന് ഒരു കഥയിലൂടെ നമുക്ക് നോക്കാം. ഒരു ചെറിയ ഗ്രാമത്തിൽ ദേവ് എന്നൊരു ചെറുപ്പക്കാരൻ താമസിച്ചിരുന്നു. എല്ലാ ദിവസവും അവൻ വൈകിയാണ് ഉണരുക. ക്ഷീണം, ഉത്കണ്ഠ, വിചിത്രമായ ശൂന്യത ഇവയെല്ലാം അവൻ എപ്പോഴും അനുഭവപ്പെട്ടിരുന്നു. നീണ്ട ഉറക്കത്തിനു ശേഷവും അവൻ്റെ ശരീരം ഭാരമുള്ളതായി തോന്നും. രാത്രിയിൽ ഉറക്കം എളുപ്പത്തിൽ വരില്ലായിരുന്നു. അവൻ്റെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരുന്നു. ഡോക്ടർമാർ മരുന്നുകൾ നൽകി, സുഹൃത്തുക്കൾ ഉപദേശിച്ചു. ഒന്നും തന്നെ സംഭവിച്ചില്ല. അദൃശ്യമായ എന്തോ ഒന്ന് തൻ്റെ ജീവിതം ചോർത്തിക്കളയുന്നതായി ദേവിന് തോന്നി. പക്ഷേ എന്തു ചെയ്യണമെന്ന് അവൻ അറിയുന്നുമില്ല. ഒരു ദിവസം രാവിലെ ഒരു വൃദ്ധനായ കടയുടമ അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ. കുന്നിനടുത്തുള്ള ബുദ്ധമതാശ്രമത്തിലേക്ക് പോകൂ. അവിടെ ഒരു സന്യാസി താമസിക്കുന്നുണ്ട്. അദ്ദേഹം അസ്വസ്ഥരായ ആളുകളെ സഹായിക്കുന്ന വ്യക്തിയാണ്. ഒരു പ്രതീക്ഷയും അവശേഷിപ്പിക്കാതെ ദേവ് ആശ്രമത്തിലേക്ക് പോയി. ഒരു മരച്ചുവട്ടിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വൃദ്ധ സന്യാസി അവൻ കണ്ടു. അവൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി. സന്യാസി പതുക്കെ തന്റെ കണ്ണുകൾ തുറന്നു. അവൻ അദ്ദേഹത്തോട് തന്റെ പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങി. എല്ലാം കേട്ട ശേഷം സന്യാസി മൃദുവായി ചോദിച്ചു, ലോകം ആരംഭിച്ചു കഴിഞ്ഞിട്ടും നീ ഉറങ്ങുന്നത് എന്തിനാണ്? അവൻ മറുപടി പറഞ്ഞു, എനിക്ക് നേരത്തെ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല ഗുരുദേവ. എനിക്ക് എപ്പോഴും ക്ഷീണം തോന്നുന്നു. സന്യാസി പുഞ്ചിരിച്ചു. കുഞ്ഞേ, ദിവസത്തിലെ ഏറ്റവും ശക്തമായ സമയം നീ നഷ്ടമാക്കുന്നു. അദ്ദേഹം വിശദീകരിച്ചു. നീ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരാൻ ശ്രമിക്കുക. സൂര്യപ്രകാശത്തിന് ഏകദേശം 1 മണിക്കൂർ 36 മിനിറ്റ് മുമ്പ്. സാധാരണയായി പുലർച്ചെ 3:30-നും 5:30-നും ഇടയിലുള്ള പുണ്യസമയം. ബ്രഹ്മ എന്നാൽ സൃഷ്ടാവ്, മുഹൂർത്തം എന്നാൽ പവിത്രമായൊരു സമയമെന്നാണ്. ഈ സമയത്ത് പ്രകൃതി നിശബ്ദമാണ്, മനസ്സ് ശാന്തമാണ്. പ്രപഞ്ചം കൂടുതൽ അടുക്കുന്നതായി നമുക്ക് തോന്നും. പുരാതന ഋഷിമാർ ഇത് ഏറ്റവും നല്ല സമയമായി വിശ്വസിച്ചിരുന്നു. ധ്യാനം, പ്രാർത്ഥന, പഠനം. കാരണം ആ സമയം നമുക്ക് മറ്റു ചില ചിന്തകൾ വരില്ല. അനാവശ്യ ചിന്തകൾ ഏതാണ്ട് ശൂന്യമായിരിക്കും. അപ്പോൾ നീ ഉണർന്നാൽ ശരിക്കും എന്തു സംഭവിക്കുമെന്ന് തീർച്ചയായും അറിഞ്ഞിരിക്കണം. സന്യാസി കൂടുതൽ വിശദീകരിച്ചു. നിന്റെ മനസ്സ് വ്യക്തമാകും. തലച്ചോറ് പൂർണ്ണമായും വിശ്രമത്തിലായിരിക്കും. കാരണം ലോകം അപ്പോൾ നിശബ്ദമാണ്. മികച്ച ശ്രദ്ധയും ഓർമ്മശക്തിയും ലഭിക്കും. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് ഈ സമയത്ത് പഠിക്കാൻ ആവശ്യപ്പെടുന്നത്. ധ്യാനം കൂടുതൽ ആഴമുള്ളതാകുന്നു. എളുപ്പത്തിൽ ഏകാഗ്രത ലഭിക്കുന്നു. ശക്തമായ ആന്തരിക സമാധാനം. അപ്പോൾ ആത്മീയ ഊർജ്ജമാണ് ഏറ്റവും കൂടുതൽ ഉയരുക. അതുകൊണ്ടാണ് യോഗികൾ എല്ലാ ദിവസവും സൂര്യോദയത്തിന് മുമ്പ് ഉണരുന്നത്. നമ്മുടെ ആരോഗ്യവും ജീവിതവും മാറുന്നു. പുരാതന ആയുർവേദം അനുസരിച്ച് ദഹനം മെച്ചപ്പെടുന്നു. ഹോർമോൺ സന്തുലിതാവസ്ഥ. ഉറക്കചക്രം പുനഃസജ്ജമാക്കുന്നു. ഊർജം വർദ്ധിക്കുന്നു. ഇത് ആധുനിക ശാസ്ത്രം പോലും സമ്മതിക്കുന്നു. ഇത് ശരീരത്തിന്റെ സ്വാഭാവിക ഘടികാരവുമായി പൊരുത്തപ്പെടുന്നു. സന്യാസി കൂട്ടിച്ചേർത്തു, നിന്റെ ദിവസം സമാധാനപരമായി ആരംഭിക്കുന്നു. സമ്മർദ്ദം കുറയുന്നു. അച്ചടക്കം വളരുന്നു. പ്രചോദനം തിരിച്ചെത്തുന്നു. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രകൃതി ശുദ്ധമാണ്. വായു ജീവശക്തി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ശബ്ദവും മാനസിക അസ്വസ്ഥതയും ആ സമയം കുറവായിരിക്കും. അതിനാൽ നിന്റെ പ്രഭാവലയം സ്വയം ശുദ്ധീകരിക്കപ്പെടുന്നു. മനസ്സ് തളരുമ്പോൾ ജീവിതം ഇരുട്ടിലാകുന്നു. ഒന്നും നേടാൻ കഴിയില്ല, ഒന്നും സാധിക്കില്ല എന്ന ചിന്തകൾ നമ്മെ അലട്ടുന്നു. എന്നാൽ നീ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുമ്പോൾ ചിന്തകൾ മാറുന്നു. ഈ സമയം നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എളുപ്പത്തിൽ നേടാൻ സഹായിക്കും. കാരണം ഈ സമയം അനാവശ്യ ചിന്തകൾ കുറവായിരിക്കും. നിന്റെ മുഖം തിളങ്ങാൻ തുടങ്ങും. നിന്റെ പ്രഭാവലയം ചൈതന്യം നിറഞ്ഞതാകുന്നു. എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. ഒരു പ്രധാന മുന്നറിയിപ്പ് കൂടി സന്യാസി അവന് നൽകി. സന്യാസി ഗൗരവമായി പറഞ്ഞു, നീ ഒരിക്കലും ഉറക്കം ത്യജിച്ച് നേരത്തെ എഴുന്നേൽക്കരുത്. നേരത്തെ ഉറങ്ങുക. ഏകദേശം രാത്രി 9:30-നും 10:30-നും ഇടയിൽ. സൂര്യോദയത്തിന് മുമ്പ് സ്വാഭാവികമായി ഉണരുക. അല്ലെങ്കിൽ നീ കൂടുതൽ ക്ഷീണിതനാകും. അവൻ സന്യാസിയുടെ ഉപദേശം ജീവിതത്തിൽ പിന്തുടർന്നു. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ കഠിനമായിരുന്നു. കാരണം പല സമയങ്ങളിലായിരുന്നു അവൻ ഉറങ്ങിയിരുന്നതും ഉണർന്നിരുന്നതും. എന്നാൽ ഗുരുദേവിന്റെ നിർദ്ദേശപ്രകാരം അവൻ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുകയും എപ്പോഴും കൃത്യസമയത്തു തന്നെ ഉറങ്ങുകയും ചെയ്തു. പതുക്കെ അവന്റെ ഉറക്കം മെച്ചപ്പെട്ടു. ഉത്കണ്ഠ മങ്ങി. ഊർജം തിരിച്ചു വന്നു. മനസ്സ് ശാന്തമായി. ഒരു ദിവസം പുലർച്ചെ, അതായത് സൂര്യോദയത്തിന് മുമ്പ്, അവൻ വെറുതെ മൗനമായിരിക്കുമ്പോൾ വർഷങ്ങളായി അനുഭവിക്കാത്ത എന്തോ ഒന്ന് അവൻ അനുഭവപ്പെട്ടു. സമാധാനം അവൻ തിരിച്ചറിഞ്ഞു. ഞാൻ എല്ലായിടത്തും സമാധാനം അന്വേഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതെല്ലാ ദിവസവും സൂര്യോദയത്തിന് മുമ്പ് എത്തുന്നുണ്ടായിരുന്നു. അന്നു മുതൽ ദേവ് ഒരിക്കലും പ്രഭാതം നഷ്ടപ്പെടുത്തിയില്ല. ആളുകൾ പറയാൻ തുടങ്ങി, എന്തൊരു ചൈതന്യമാണ് അവന്റെ മുഖത്ത്. അവന്റെ മുഖം ജീവൻ കണ്ടെത്തിയ ഒരാളെ പോലെ തിളങ്ങുന്നു. സുഹൃത്തുക്കളെ, നേരത്തെ എഴുന്നേൽക്കുന്നതും അതുപോലെ കൃത്യസമയത്തുള്ള ഉറക്കവും എന്നും ശീലമാക്കുക. ഓർക്കുക, തോൽക്കുന്നതല്ല, പ്രവർത്തിക്കാതിരിക്കുന്നതാണ് പ്രശ്നം.
ഈ കഥ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു.